ഫോട്ടോ എടുത്തിരുന്നു, പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല സ്റ്റൈലായിട്ട് വരച്ചിട്ടുണ്ട്. കൈത്താളമടിച്ച് വിളക്ക് ഗണപതിയും വച്ചൊരുക്കി വളരെ വ്രതശുദ്ധിയോടുകൂടിയാണ് ചെയ്യേണ്ടത്. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 6 മുതൽ രാത്രി 11 മണി വരെയുമാണ് സാധാരണ ഗതിയിൽ തോറ്റംപാട്ട് ആലപിക്കാറുള്ളത്. 1-ാം ദിവസം ദേവിയെ കുടിയിരുത്ത്, 3-ാമത്തെ ദിവസം ദേവിയുടെ തൃക്കല്യാണ് മാലപ്പുറം പാട്ടെന്ന് പറയുന്ന ഭാഗം. 5-ാമത്തെ ദിവസം കൊന്നുതോറ്റ് ദേവിയുടെ ഭർത്താവിനെ പാണ്ഡ്യരാജാവും തട്ടാനും കൂടി ചേർന്ന് വധിക്കുന്ന ഭാഗം. എന്നിട്ട് ദേവി ഭർത്താവിനെ തേടിച്ചെന്ന് ദേവി ഭർത്താവിന് ജീവൻ കൊടുക്കുന്ന ഭാഗമാണ് കൊന്നുതോറ്റെന്ന് പറയുന്നത്. പിന്നെ ദേവി പാണ്ഡ്യനാട് അപ്പാടെ അഗ്നിക്കിരയാക്കി പാണ്ഡ്യരാജാവിനെയും തട്ടാനെയും വധിച്ചു വരുമ്പോൾ ദേവിയെ ആൾക്കാർ പൊങ്കാലയിട്ട് ദേവിയുടെ കോപം ശമിപ്പിക്കുകയും ദേവി അതിൽ സംതൃപ്തയായി കൊടുങ്ങല്ലൂരിൽ ഭർത്താവിനെയും കുടിവെച്ച് സാക്ഷാൽ കുരുമ്പയമ്മയായി വടക്ക് ദർശനത്തിൽ കുടിയിരിക്കുന്നതാണ് നമ്മുടെ തോറ്റംപാട്ടിൻ്റെ ഇതിവൃത്തം. തോറ്റംപാട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. തോറ്റംപാട്ട് കേൾക്കുന്ന മനുഷ്യർക്ക് ദേവി തിരുവരം നൽകുമെന്നാണ് ചരിതം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി ചേട്ടാ, ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. വളരെ നന്ദി.